ഷാഫിക്ക് ഒരു പ്രസ് മീറ്റ് നടത്തി. അത് കൃത്യമായിട്ട് പറയാം, നിങ്ങളെല്ലാവരും പോലീസിന്റെ ഭാഗത്ത് നിന്ന് പിരിഞ്ഞു പോകണം, ഞങ്ങൾ സംസാരിക്കാം എന്ന് പറയുന്ന വിഷ്വൽ ഉൾപ്പെടെ ഇന്ന് ഷാഫി പറമ്പിൽ പത്രസമ്മേളനത്തിൽ ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിച്ചത് കൃത്യമാണ്. പോലീസിനോട് പറയാണ്, നിങ്ങൾ മാറിക്കോ, ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങൾ മാറ്റാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഈ നാടിനോടൊരു പ്രതിബദ്ധതയുണ്ട്, ഈ വടകരയോട്, ഈ പേരാമ്പ്രയോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്. അതുകൊണ്ട് പേരാമ്പ്രയ്ക്കും ഈ നാടിനും ഒരു ദോഷമാകുന്ന ഒരു നടപടിയും UDF-ന്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പോകുന്നില്ല. എന്റെ പ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പിരിഞ്ഞു പോകണം, നമ്മൾക്ക് ഇവിടെ ശാന്തമായി പ്രശ്നം പരിഹരിക്കണമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു അക്രമം വരികയാണ്. ആ വിഷയമെല്ലാം ഉണ്ട്, നമ്മൾ വെറുതെ പറഞ്ഞു പോകുന്നതല്ല. ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിലെല്ലാം കൃത്യമാണ്. അതിൽ ഷാഫി പറമ്പിൽ അനുനയിപ്പിക്കുമ്പോൾ, പ്രവർത്തകരെ ശാന്തരാകാൻ വേണ്ടി പറയുമ്പോ പോലീസിന്റെ ഭാഗത്തു നിന്ന് ബോധപൂർവം അടിവരികയാണ്. പോലീസ് അടിക്കുകയാണ്. പോലീസ് അടിക്കുക എന്ന് പറഞ്ഞാൽ വെറും ഒരു അടിയാണ്. നിങ്ങൾ നോക്കുക, ഒരു MP പ്രശ്നപരിഹാരത്തിൽ ഇടപെട്ട് അവിടുത്തെ സാഹചര്യങ്ങളെ ശാന്തമാക്കുമ്പോ ആദ്യം അടിച്ചത് അദ്ദേഹത്തിന്റെ മൂക്കിനാണ്. നോക്കണം നിങ്ങൾ, ഏതെങ്കിലും ഒരു പ്രവർത്തനം, ഞാനും മിസ്റ്റർ ഒക്കെ അടക്കമുള്ള യുവജന നേതാക്കളോ അല്ലെങ്കിൽ യുവജന പ്രവർത്തകരൊക്കെ മറുഭാഷ പലപ്പോഴും അടികിട്ടിയിട്ടുണ്ട്. ഷാഫി പറമ്പിൽ അദ്ദേഹം, ഞാൻ JSC പ്രസിഡന്റായിരിക്കുമ്പോ ഒരു പ്രകടനത്തിൽ കടന്നു വന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ അടികിട്ടും, അദ്ദേഹത്തിന്റെ തലയ്ക്കും അടികിട്ടി തലയിൽ നിന്ന് ചോദന കാര്യം നമ്മൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഭീകരമായി ബോധപൂർവം ഇത് MP ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ തലക്കടിക്കുന്നു, മൂക്കിനടിക്കുന്നു. മൂന്നാമത് അടിക്കുമ്പോ ആ അടി ഒഴിഞ്ഞു മാറാണ്. അടിക്കുന്നതിന്റെ മറ്റാര് നമ്മൾ കരുതിയത് ഈ TP രാമകൃഷ്ണൻ MLA-യുടെ സന്തത സഹചാരി വിഷ്ണു എന്ന് പറയുന്ന ആ ക്രിമിനലാണ് എന്നാണ്. വിഷ്ണു ഉണ്ട് കൂട്ടത്തിൽ. പക്ഷേ ഷാഫി പറമ്പിനെ അടിച്ചിരിക്കുമ്പോ മറ്റുള്ള ആളുകൾ അടിക്കാൻ വിഷ്ണു കൂടെയുണ്ട്. 4 ആളുകൾ നിരന്നു നിൽക്കുമ്പോ സുനിലുണ്ട്, ഹരിപ്രസാദ് ഉണ്ട്, വിഷ്ണു ഉണ്ട്, മറ്റൊരാൾ കൂടിയുണ്ട്. ആ ആളുടെ പേരാണ് നേരത്തെ പറഞ്ഞ എന്താ, ഡേവിഡ്, അഭിലാഷ് ഡേവിഡ്. ആരാ അഭിലാഷ് ഡേവിഡ്? ഓം പ്രകാശ് എന്ന് പറയുന്ന ക്രിമിനലുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ പോലീസ് അന്വേഷണം നടത്തി. അതോടൊപ്പം ഒരു പോക്സോ കേസിൽ പ്രതിയായ ക്രിമിനലിന് വേണ്ടി അയാളെ രക്ഷപ്പെടുത്താനുള്ള ഇടപെടൽ നടത്തി. അതിന്റെ പേരിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട, അതിന്റെ പേരിൽ 2023 ജനുവരി മാസം 16-ാം തീയതി സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരുത്തനാണ് അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തുണ്ടായിരുന്ന CI. അയാളെ സർവീസിൽ നിന്ന് പുറത്താക്കിയത് 2023-ലാണ്. അയാളെ തിരിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും എവിടെയും വന്നിട്ടില്ല. അയാൾ ബാക്കിയുള്ള ആളുകളൊക്കെ തിരിച്ചെടുക്കുമ്പോൾ വാർത്തകൾ വരും, എന്നാൽ അയാളെ തിരിച്ചെടുത്ത വാർത്തകളൊന്നും എവിടെയും വന്നിട്ടില്ല. പക്ഷേ ആ അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന വഞ്ചിയൂരിലെ CPM-ന്റെ പാർട്ടി ഓഫീസിലെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന, വലത് കൈയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം പച്ച കുത്തിയ CPM-ന്റെ പ്രവർത്തകനായി ക്രിമിനലായി പ്രവർത്തിക്കുന്ന ആ അഭിലാഷ് ഡേവിഡിനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുമ്പോ അയാളെ പ്രതിഷ്ഠിക്കപ്പെടുന്നത് നമ്മളുടെ വടകരയിലാണ്. വടകരയിലെ കൺട്രോൾ റൂമിൽ CI ആയിട്ടാണ് അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ക്രിമിനൽ ഇവിടുത്തെ പോസ്റ്റിംഗ് കൊടുത്തു. ആ അഭിലാഷാണ് ഷാഫി പറമ്പിലിനെ തെരഞ്ഞു പിടിച്ചടിക്കുന്നത്. അതെങ്ങനെയാണ് തെരഞ്ഞു പിടിച്ചടിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നേരെ അടിക്കുന്നു, മൂക്കിന് തലക്കടിക്കുന്നു. ഷാഫി പറമ്പിൽ നിന്നിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകുമ്പോ ഇന്നത്തെ വിഷ്വലി കറക്റ്റ് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ലാത്തി ഷാഫി പറമ്പിൽ എങ്ങോട്ടാണോ പോകുന്നത് അത് നോക്കി അടിക്കുകയാണ്. ആ രീതിയിൽ ഒരു ക്രിമിനൽ പ്രവർത്തനവുമായി അഭിലാഷ് ഡേവിഡ് മുന്നോട്ട് പോയി. ഷാഫി പറമ്പിലിന്റെ മൂക്കിന് 2 സർജറികൾ വേണ്ടി വന്നു. ഒരു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മളുടെ MP-യാണ്, ഒരു യുവജന നേതാവാണ്, വടകരയുടെ പാർലമെന്റേറിയനാണ്. അദ്ദേഹമാണെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മൂക്കിന് ബോധപൂർവം അക്രമം അഴിച്ചു വിട്ടു.